ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിന് ആശ്വാസം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ BP കൺട്രോൾ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. എല്ലാ ദിവസവും BP നോക്കുന്നത് ഒഴിവാക്കുക. ആയിരക്കണക്കിന് BP രോഗികളെ ചികിത്സിച്ച എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. വീട്ടിൽ BP മെഷീൻ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ BP യഥാർത്ഥത്തിൽ കൺട്രോൾ ആവുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഈ പേഷ്യൻ്റ് ഡെയിലി BP നോക്കും. ഓരോ പ്രാവശ്യത്തെ BP റീഡിങ് കാണുമ്പോഴും പുള്ളി ആലോചിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണോ അത് കൂടിയത്, ഉറക്കം തലേന്ന് ഇല്ലാത്തത് കൊണ്ടാണോ, കോഫി കഴിച്ചത് കൊണ്ടാണോ, ഇപ്പൊ ഡോക്ടറെ അടുത്ത് പെട്ടെന്ന് പോകണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വീട്ടിൽ വെച്ച് BP നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം BP കൂടുതലായിട്ട് കാണുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഹോർമോണുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് BP വർദ്ധിക്കുകയാണ്. ഇത് ഒരു തരത്തിലുള്ള പാവ്ലോവിയൻ ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കും. BP കൂടിയത് കാണുമ്പോൾ അത് ആലോചിച്ചിട്ട് വീണ്ടും BP കൂടുക. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് മാറുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ BP എന്ന് പറയുന്നത് ഒരു കൃത്യമായ നമ്പറിൽ ആർക്കും കിട്ടില്ല. അത് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധ്യതയുണ്ട്. അതിന് കാരണം BP ഒരു ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ്. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അത് കൂടാം, ഉണർന്നിരിക്കുമ്പോൾ കൂടാം, ഉറങ്ങുന്ന സമയത്ത് അത് കുറയും. ഈ തരത്തിലുള്ള ഫ്ലക്ച്വേഷനുകളെ നമ്മൾ പിന്തുടരുന്നത് അനാവശ്യമാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പകലും രാത്രിയും തമ്മിലുള്ള BPയിലെ വ്യത്യാസം ചിലപ്പോൾ 30 മുതൽ 50 യൂണിറ്റ് വരെ സംഭവിക്കാം. വൈകുന്നേരം ഉണ്ടാവേണ്ട BP അല്ല രാത്രി ഉറക്കത്തിൽ വേണ്ട. ഇതെല്ലാം നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ പ്രശ്നം ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഒരു വ്യക്തി BP എടുക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ അത് ആലോചിച്ചിട്ട് അയാളുടെ BP കൂടുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും നോർമൽ BP റെക്കോർഡിംഗ് കിട്ടാറില്ല. യഥാർത്ഥത്തിൽ അവരുടെ BP നോർമൽ ആയിരിക്കും, പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൂടി തന്നെ ഇരിക്കും. മൂന്നാമത്തെ പ്രശ്നമാണ് നമ്പർ ന്യൂറോസിസ്. ചില വ്യക്തികൾ BP കൂടുന്ന ദിവസങ്ങളിൽ അവർ ഫുൾ ടെൻസ്ഡ് ആയിരിക്കും. BP കുറയുന്ന സമയത്ത് അത് ആലോചിച്ചിട്ട് ടെൻഷൻ വരും. BP ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഈ മെഷീൻ പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. ഇനി യഥാർത്ഥത്തിൽ വീട്ടിൽ വെച്ച് BP എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് 5 മിനിറ്റ് നേരെ ഇരിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് BP നോക്കാൻ ശ്രദ്ധിക്കുക. BP നോക്കുന്ന കൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. BP മെഷീൻ ഹൃദയത്തിന്റെ അതേ ലെവലിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും കഴിയുന്നതും BP നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 2-3 തവണ മാത്രം നോക്കുക. ഇതിനെല്ലാം ശേഷം കിട്ടുന്ന BP റീഡിങ്ങുകളുടെ ആവറേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ ദിവസത്തെ വാല്യൂ അല്ല നോക്കേണ്ടത്. ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ്, ഉറക്കമില്ലായ്മ, കൈയിന്റെ പൊസിഷൻ, BP കിട്ടുന്ന കഫിന്റെ വലുപ്പം, BP എടുക്കുമ്പോൾ സംസാരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും, ശരീരത്തിലെ ടെമ്പറേച്ചറും, യൂറിൻ ബ്ലാഡർ ഫുള്ളാണോ എന്നുള്ളതും, ടെൻഷൻ ഉണ്ടോ എന്നുള്ളതും, തൊട്ടു മുമ്പ് കോഫി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതും, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ BPയുടെ അളവിനെ സ്വാധീനിച്ചേക്കാം. നിങ്ങൾ BP ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആഴ്ചയിൽ എത്ര തവണ BP എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് BP മെഷീൻ ഉപയോഗിക്കുന്നവർ BP എപ്പോഴും ഒരു നോട്ട് ബുക്കിൽ ചാർട്ട് ചെയ്ത് വെക്കുക.